ഹായ് ഹലോ ഇറ്റ്സ് മീ കാവ്യ. മാസ്റ്റർ ശ്രീ ആദിഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഏകദേശം 5 മുതൽ 10 വർഷം വരെ ആയിട്ടുള്ള ദമ്പതികളിൽ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങൾ പിടിക്കപ്പെടുന്നു. അതൊരു ഹസ്ബൻഡിൻ്റെ ആയിക്കോട്ടെ വൈഫിൻ്റെ ആയിക്കോട്ടെ. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം തന്നെ തകരുന്നു. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ഹസ്ബൻഡിന്റെ കാമുകിയെ കൊല്ലാൻ നിൽക്കുന്ന ഭാര്യ, അതല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ സ്വഭാവം നന്നാക്കാൻ ശ്രമിക്കുന്നവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്വന്തം ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ദാമ്പത്യ ജീവിതത്തിൽ അവിഹിത ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നത്? നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ, അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പ്രധാനമായും കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് ഒരു മധുവിധു കാലഘട്ടമായിരിക്കും. നല്ല ഡ്രസ്സിങ്ങും നല്ല യാത്രകളും നല്ല സംസാരമൊക്കെ ആയിട്ട് ആ ഒരു ത്രില്ല് മാറാതെയായിരിക്കും നമ്മുടെ ആ ഒരു സമയം ഉണ്ടായിരിക്കുക. ഒരു രസകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും ആ ഒരു മധുവിധു കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് ഒരു 2 വർഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു കുട്ടികളും കാര്യങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ കുറച്ചു കാലം കൂടെ ആ ഒരു ത്രില്ലൊക്കെ നിലനിൽക്കും. അതും കഴിഞ്ഞ് പിന്നീട് ഒരു 5 വർഷം ആയിക്കഴിഞ്ഞാൽ ഒരു മക്കളൊക്കെ ആയി അവർ ആ മക്കളുടെ കാര്യങ്ങൾ നോക്കി, അതുമല്ലാതെ വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കി, ഫുഡ് വെക്കുകയും വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയും ക്ലീനിങ്ങും ഇത്തരത്തിലുള്ള രീതിയിലെല്ലാം തന്നെ അവർ ഒതുങ്ങി പോവുകയാണ്. ആ ഒരു വീട്ടിൽ തന്നെ അവർ ഒതുങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നു. വീട്ടിൽ ആ ഒരു സ്ത്രീ ഒതുങ്ങി കൂടുമ്പോൾ ഭർത്താവിന് ഒരു വിരസത ഉണ്ടാവുന്നു. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങളുടെ വൃത്തിയിലായിരിക്കാം. കല്യാണം കഴിഞ്ഞ ആദ്യ സമയങ്ങളിലൊക്കെ നിങ്ങൾ രാവിലെ കുളിച്ചൊരുങ്ങിയിട്ടായിരിക്കും നിങ്ങൾ അവരുടെ മുന്നിൽ ചെല്ലുണ്ടായിരിക്കുക. പക്ഷെ പിന്നീട് നിങ്ങളുടെ കുളിയൊക്കെ തന്നെ നൈറ്റ് ആയിരിക്കും ഉണ്ടാവും. വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് രാത്രി ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കുളിക്കാനൊക്കെ കയറുന്നുണ്ടായിരിക്കുക. ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം. കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ പോവുകയാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ. പിന്നീട് നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അതിലധികം ശ്രദ്ധ കൊടുക്കാതെ ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രസ്സിങ്. ഒരു വികാര ജീവിയായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വികാരങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഡ്രസ്സിങ് ആണ് മാക്സി എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഒരു മാക്സി ഡ്രസ്സായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സംസാരിച്ചിരിക്കുന്നുണ്ടായിരിക്കില്ല. കല്യാണം കഴിഞ്ഞ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് സംസാരിച്ചിരിക്കുന്നുണ്ടായിരിക്കും പരസ്പരം. അതിനുപോലും നിങ്ങൾക്ക് സമയം തികയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അന്നൊക്കെ ഉണ്ടായിരിക്കുക. പക്ഷെ ഇന്ന് നിങ്ങൾ സംസാരിക്കുന്നതിന് പോലും പരസ്പരം സമയം കണ്ടെത്തുന്നില്ല. ആ ഒരു ഭർത്താവിന്റെ കാമുകിയാണ് താൻ എന്നുള്ള ആ ഒരു ചിന്ത പോലും നിങ്ങൾ മറന്നു പോവാണ്. ഇത്തരത്തിൽ ആ ഒരു ഭർത്താവിന് വിരസത ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ഏറെയാണ്. നമ്മളെടാ മനുഷ്യ കേൾക്കുന്നുണ്ടോ? ഇത്തരത്തിൽ നമ്മുടെ ദേഷ്യത്തിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പുറത്ത് നിന്ന് മുത്തേ ചക്കരെ ഇത്തരത്തിലുള്ള സംസാരമൊക്കെ വരുമ്പോൾ ഒരു കാമുകിയുടെ റോളിലേക്ക് ഒരാൾ വരുമ്പോൾ അവർ ആ ഒരു രീതിയിലേക്ക് മാറുകയാണ്. അത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള അവർക്ക് കൂടുകയാണ്. കാരണം ഇത്രയും കാലങ്ങളായ ഒരു 10 വർഷം വരെ നമ്മൾ ആ ഒരു രീതിയിലായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അതെല്ലാം തന്നെ സ്റ്റോപ്പായി. അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു നമ്മുടെ ലൈഫിൽ ഒരു കാമുകിയുടെ റോളിൽ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് അവർ ബെറ്റർ ആയിട്ട് അവർ ആ ഒരു രീതിയിലേക്ക് പോകും. ഇത് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഭർത്താവിനായാലും ആ ഒരു ഭാര്യയ്ക്കായാലും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കണം. ആ ഒരു ഭർത്താവിന്റെ കാമുകിയാണ് താനെന്നും അല്ലെങ്കിൽ ആ ഒരു ഭാര്യയുടെ കാമുകനാണ് താനെന്നും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിരിക്കണം. അതിനൊതുങ്ങുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ വസ്ത്രധാരണമായാലും നിങ്ങളുടെ സൗന്ദര്യമായാലും എല്ലാ കാര്യവും. നിങ്ങൾ മുന്നേ ഒരുപാട് സൗന്ദര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളായിരുന്നു വീട്ടിലിരിക്കുമ്പോഴായാലും നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ടായിരുന്നു നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾ വീട്ടിലായാലും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് നല്ല രീതിയിൽ നിങ്ങൾ വീട്ടിലിരിക്കുക. ചിലപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോഴായിരിക്കും, ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴായിരിക്കും എൻ്റെ ഭാര്യ ഇത്രയും ഭംഗിയുണ്ടോ എന്ന് ആ ഒരു ഭർത്താവിന് തോന്നുന്നുണ്ടായിരിക്കുക. അതല്ലാതെ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ സൗന്ദര്യത്തിലും കാര്യങ്ങളൊക്കെ പരസ്പരം നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ പരസ്പരം പ്രശംസിക്കാൻ ശ്രമിക്കുക. ആ ഒരു ഭർത്താവിൻ്റെ കഴിവുകൾ ഭാര്യയായാലും അല്ലെങ്കിൽ ആ ഒരു ഭാര്യയുടെ കഴിവുകൾ ഭർത്താവിലായാലും പരസ്പരം നിങ്ങളൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ ഒരു ചെറിയ അച്ചീവ്മെന്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പരസ്പരം ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്കത് ഒരുപാട് സന്തോഷമായിരിക്കും. അങ്ങനെ നിങ്ങൾ ആ ഒരു മധുവിധ കാലഘട്ടം നിലനിർത്താൻ ശ്രമിക്കുക. നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് യാത്രയൊക്കെ പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ പിന്നീട് അതെല്ലാം തന്നെ പെട്ടെന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ യാത്രകളും കാര്യങ്ങളൊക്കെ പോകാൻ ശ്രമിക്കുക. ആ ഒരു വീടിന്റെ ചുറ്റുവട്ടത്തു നിന്ന് മാത്രം ഒതുങ്ങിക്കൂടാതെ നിങ്ങൾ ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളൊരു കാമുകന്മാരായിട്ട് മാറാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ആ ഒരു മധുവിധ കാലഘട്ടത്തിലെ ആ ഒരു ത്രില്ല് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ അതല്ല, നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു വിരസത തന്നെയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഭാര്യയ്ക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക.
അത് എന്തൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, അവരുടെ പീരിയഡ്സിൻ്റെ സമയമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ പ്രഗ്നൻസിയുടെ സമയമാണെന്നുണ്ടെങ്കിലും എല്ലാ സമയത്തും നിങ്ങൾ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, അത് നിങ്ങളുടെ വാക്കിലായാലും നിങ്ങൾ പരസ്പരം നല്ല വാക്ക് പറയാൻ ശ്രമിക്കുക, പരസ്പരം നല്ല കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ഒരുപാട് നേരം സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വൃത്തിയായാലും നിങ്ങളുടെ സൗന്ദര്യമായാലും എല്ലാം തന്നെ നിങ്ങൾ നോക്കുക. ഇത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും ഒന്നിച്ചു ചേർത്ത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ആ ഒരു ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു അവിഹിത ബന്ധത്തിലേക്ക് അവർ ഏർപ്പെടാനുള്ള പ്രവണതയൊക്കെ കുറവാണ്. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നല്ലൊരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.